മലയാളിക്കാരായിരുന്നു VS അച്യുതാനന്ദൻ? എൻ്റെ വാക്കുകൾ ഗോതമ്പ് മണികളായിരുന്നപ്പോൾ ഞാൻ ഭൂമിയായിരുന്നു. എൻ്റെ വാക്കുകൾ അമർഷമായിരുന്നപ്പോൾ ഞാനൊരു കൊടുങ്കാറ്റായിരുന്നു. എൻ്റെ വാക്കുകൾ പാറയായിരുന്നപ്പോൾ ഞാനൊരു പുഴയായിരുന്നു. വിഖ്യാത പലസ്തീൻ കവി മെഹ്മൂദ് ദർവീഷിൻ്റേതാണ് വരികൾ. മലയാളിക്ക് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് ആക്ഷേപിച്ച നാടിനെ കേളിപ്പെറ്റ കേരളമാക്കാൻ നടന്ന സമരപോരാട്ടങ്ങളിലെല്ലാം മുന്നിൽ തന്നെ നിന്ന് അയാൾ നമുക്ക് ഭൂമി ഒരുക്കിയില്ലേ? മലയാളിയെ ജനാധിപത്യവും രാഷ്ട്രീയവും പഠിപ്പിക്കാൻ പ്രസംഗപീഠങ്ങളിൽ അയാൾ കൊടുങ്കാറ്റായിരുന്നില്ലേ? ഭൂമിയിൽ നനവ് തൊട്ട മനുഷ്യരുടെ തേങ്ങലുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ അയാൾ നമുക്ക് മുന്നിൽ ഒരു പുഴയായിരുന്നില്ലേ? മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും കമ്മ്യൂണിസ്റ്റ് നേതാവായും പിന്നിട്ട നൂറ്റാണ്ട് കാലം അത്രയും മലയാളിത്തത്തിന്റെ സഞ്ചാര വഴികളിലെല്ലാം VS ഉണ്ടായിരുന്നു. മരിച്ചെന്ന് കരുതി സർ CP-യുടെ പോലീസ് വലിച്ചെറിഞ്ഞ കാട്ടിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റു. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പടക്കുതിരയും പടനായകനുമായി, മലയാളിയെ പരിസ്ഥിതി പാഠം പഠിപ്പിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി, പാർട്ടിയെ തിരുത്താൻ ചങ്കൂറ്റം കാണിച്ച ഒറ്റയാനായി, നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അത്താണിയായി, കേരളത്തിന്റെ കാവലാളായി. യുഗപ്രഭാവന് പൂർണ്ണവിരാമം. VS-നോളം വലിയൊരു നേതാവ് ഇനി മലയാളിക്കുണ്ടാകുമോ? കാലമുത്തരം പറയട്ടെ. ജനമനസ്സുകളിൽ മരണമില്ലാത്ത ജനനായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിപ്ലവാഭിവാദ്യം. റിസർച്ച് ഡെസ്ക് 24.